പടം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയത്, പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര തീയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കിടിലമാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് പറയുന്നില്ല, പറയാത്ത കാരണം കൊണ്ടല്ല, ഇനി കാണാനുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഫസ്റ്റ് ഷോ അല്ലേ, ഒരു ട്വിസ്റ്റ് ഉണ്ട്, അടിപൊളിയായിരുന്നു. പറഞ്ഞ കണ്ടതല്ല നിജം, കാണാത്തത് പോയി, ഇനി കാണപ്പോത് നിജം. പക്ഷെ ക്ലൈമാക്സിലാണ് നിജം വരുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് അവര് മാക്സിമം കഥയിലോട്ട് ഇതായെങ്കിലും നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടിയില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് വരെ നമുക്ക് വേറൊരു അനുഭവമാണ്. അതിന് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫിന്റെ ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടി തന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല. അത് അടിപൊളി സാധനമാണ്, അത് കിട്ടുമായിരുന്നു. ക്ലൈമാക്സും നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സാധനമായിരുന്നു. ഇൻട്രോ പറഞ്ഞ പോലെ അത്ര ഗുലിങ്ങൻ തോന്നിയില്ല. പക്ഷേ പടം തീയായിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സെക്കൻഡ് ഹാഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ അതുപോലെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും അത്രയും പറയണ്ടായിരുന്നു തോന്നി. കാരണം അത്രയും ഒരു തോന്നിയില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് പടം അടിപൊളിയായിരുന്നു, കിടിലമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളും ഹരീഷ് പൈരട്ടിയൊക്കെ എല്ലാവരുടെ അഭിനയം വെച്ചും പിന്നെ ചില ഫ്രെയിമിംഗ് ഒക്കെ ഒരാളുടെ മുഖം കാണിക്കുമ്പോൾ മറ്റേയാളുടെ മുഖം പ്രതിബിംബമായിട്ട് കാണിക്കുന്ന സാധനമുണ്ട്. അതൊക്കെ വേറെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള, പിന്നെ കളർ ടോൺ, സിനിമോട്ടോഗ്രാഫി, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ആ ഒരു ഇത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അതിന്റെ ഒരു ഇത്. പക്ഷെ മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ എന്നാലും കുറച്ചുകൂടിയൊക്കെ ഫസ്റ്റ് ഹാഫ് ഇത്രയോടെ ഇതാക്കാൻ വരും തോന്നുന്നു. തോന്നാൻ കാരണം ആ ഹൈപ്പിന്റെ അത്രയും ആ പടം ഇല്ല. പിന്നെ മേക്കിംഗ് സൂപ്പറാണ്, മോഹൻലാലിന്റെ അഭിനയം സൂപ്പറാണ്. പക്ഷെ പടം ഹൈപ്പിന്റെ അത്ര ഇല്ല. നമ്മള് ലിജോ ജോസിന്റെ ഒരുപാട് ഫിലിം, നല്ല ക്രാഫ്റ്റുള്ള ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുള്ളത്. സോ അതുപോലെ തന്നെ വളരെ മേക്കിങ്ങിൽ നല്ല ക്രാഫ്റ്റ്മാൻഷിപ്പ് കാണാനുണ്ട്. പക്ഷേ അദ്ദേഹം ഇതുവരെ ചെയ്തുള്ള ഫിലിംസിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫിലിമാണ്. പിന്നെ ഒരു ഡ്രാമ മൂഡൊക്കെ ഉണ്ട്. പിന്നെ ഒരു ആക്ഷൻ മാസ് മാത്രം പ്രതീക്ഷിച്ചു പോകുന്ന ഫാൻസ് നിരാശപ്പെടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ വളരെ നല്ലൊരു സിനിമ അനുഭവമായിരിക്കും എന്തായാലും, തീർച്ചയായിട്ടും. ലാലേട്ടൻ്റെ പെർഫോമൻസ് വൈസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഫിലിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലല്ല. പക്ഷേ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ അത്ര തന്നെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ഏരിയാസൊക്കെ കൺവിൻസിങ് അല്ലാതെ തോന്നി. പക്ഷേ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഫ്രെയിമിൽ മോഹൻലാൽ വരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു സിനിമാനുഭവം തന്നെയായിരുന്നു. ദാറ്റ്സ് ഗുഡ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നല്ലൊരു പടവും കാണാനുണ്ട്, സിനിമ കാണാനുണ്ട്. പിന്നെ തിയേറ്റർ കുലുങ്ങും. നല്ല സിനിമ, നല്ല സിനിമയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി പടം.